ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ആദ്യം ഇന്ന് നമ്മുടെ ഐറ്റത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് എന്താ ഐറ്റം എന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ്: ഒരു സവാള അരിഞ്ഞത്, 2 തക്കാളി, 4 പച്ചമുളക്, പിന്നെ പാസ്ത 2 കപ്പ്, ഒരു മുട്ട, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മസാലയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എന്താണ്. ആദ്യം നമുക്ക് പാസ്ത നന്നായിട്ട് വേവിക്കാം. ഈ ഡിഷിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഫൂഫു പാസ്ത എന്നാണ്. ഫൂഫു പാസ്ത എന്ന് പറയാൻ കാരണം വെച്ചാൽ സാധാരണ നമ്മൾ പാസ്ത ഉണ്ടാക്കുമ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സോസുകൾ വരും. വൈറ്റ് സോസ്, റെഡ് സോസ് അങ്ങനെ വരും. ഇത് നമ്മൾ യാതൊരുവിധ സോസുകളും ഇല്ലാതെ എങ്ങനെ നമുക്ക് പാസ്ത ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ പാസ്ത നന്നായിട്ട് വേവിച്ചിട്ട് അത് ഊറ്റിയെടുത്തിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ നോക്കാം. സവാള ഒരെണ്ണം കൊത്തിയരിഞ്ഞത്, തക്കാളി 2, പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ ചില്ലി പൗഡർ 1 സ്പൂണ്, കുരുമുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ഗരം മസാല. ചിക്കൻ മസാല ഒരു പൊടിക്കിട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാല ഒന്ന് സെറ്റപ്പാക്കി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ പാസ്ത നമ്മൾ കഴിച്ചേക്കുന്നത് കൂടുതലും ഈ സോസുകൾ ഇട്ടിട്ടുണ്ട്. വൈറ്റ് സോസ് അല്ലെങ്കിൽ പിങ്ക് സോസ്, റെഡ് സോസ്, ഈ ബേസ്ഡാണ് പാസ്തകളെല്ലാം വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ശരിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സോസുകൾ ഉണ്ടാക്കുന്ന കാര്യം നമ്മളെക്കൊണ്ട് വലിയ പാടാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രത്യേക ഡിഷ്. അപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളക് 4 പച്ചമുളകുണ്ട്. ചെറിയ പച്ചമുളകായിരുന്നു കേട്ടോ, അതുകൊണ്ട് 4 എടുത്തത്. നിങ്ങൾക്ക് കണ്ടറിയാം, 2 വലിപ്പമേ ഉള്ളതിന്. ഇത് നന്നായിട്ട് ഇളക്കി ഇത് നമുക്ക് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് ടൈറ്റ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തക്കാളി അരിഞ്ഞിട്ടേക്കുന്നത് കൂടെ ഇട്ട് ഇളക്കിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് സോസ് ഉണ്ടാക്കുന്നതിന് പകരമോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കരുതാം. പക്ഷേ പാസ്ത ഇരിക്കുന്നു വീട്ടിൽ, നമുക്കത് ഒന്നും ചെയ്യാം, സോസ് ഇല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ പിങ്ക് സോസോ റെഡ് സോസോ വൈറ്റ് സോസോ ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം നമുക്ക് വേണ്ട. അതുകൊണ്ട് ഈസിയായിട്ട് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, ശരിക്കും ഒന്ന് വഴളാൻ വേണ്ടിയിട്ടാണേ. നന്നായിട്ട് ഇളക്കിയെടുക്കുക. സവാള നന്നായിട്ടൊന്ന് വഴണ്ടോട്ടെ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ 4 മണിക്ക് പലഹാരമായിട്ടുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പാസ്ത എന്നൊക്കെ പറയുമ്പോൾ ഇറ്റാലിയൻ ഡിഷാണ്, നമുക്കിത് അന്യമായിട്ടുള്ളൊരു ഡിഷാണ്. പക്ഷെ നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റലിക്കാർക്ക് മാത്രമല്ല, മലയാളികൾക്ക് ചെയ്യാൻ പറ്റാതായിട്ട് എന്താ ഉള്ളത്? നമ്മളങ്ങ് പൊളിക്കുമല്ലേ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല, മുമ്പേ പറഞ്ഞ മസാലകൾ ആഡ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാണെന്ന്. മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂണ്, കുരുമുളക് പൊടി ഒരു ചെറിയ ഡെസേർട്ട് സ്പൂണ്, മഞ്ഞൾപ്പൊടി കുറച്ച്, ഗരം മസാല ഒരു ചെറിയ ടീസ്പൂണ്, അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ മസാല ഒരു ഫ്ലേവറിന്. നമ്മളൊരു നോൺ വെജ് ഡിഷ് കഴിക്കുകയാണെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായിക്കോട്ടെ. അപ്പോൾ മസാല ഏകദേശം നമുക്ക് മസാല ഒന്ന് വഴണ്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ പാസ്ത കൊണ്ട് മാത്രമല്ല, മക്രോണി നിങ്ങൾ നേരത്തെ നമ്മുടെ ഒരു എപ്പിസോഡ് കണ്ടാണല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾ മക്രോണി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കിട്ടുന്ന എന്തൊരു ഐറ്റം കൊണ്ട് നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാം. ഈസിയാണ്, വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കാരണം ഇത് ആകെപ്പാടെ പാസ്ത വേകുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് കൂടുതൽ ചിലവാകുന്നുള്ളൂ. ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. ഇത് ഏകദേശം വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. വെള്ളം അധികം ഒഴിക്കേണ്ട കേട്ടോ, പാസ്ത മാത്രമായിട്ട് തട്ടിയിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത നമ്മളിതിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കാം. ഞാൻ മാക്സിമം അതിനകത്ത് വെള്ളം ഇതിനകത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കാരണം വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ അതൊരുമാതിരി കറി പോലെ ആയിപ്പോവും, നമുക്ക് കഴിക്കാനൊരു സുഖമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഡ്രൈ ആയിട്ട് കഴിക്കുന്നതാണ് നല്ലത്, അതായിരിക്കും ടേസ്റ്റി. എരിവ് കുറച്ച് വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുകയോ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കുകയോ, അതുപോലെ തന്നെ ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. കാരണം ഞങ്ങൾ ഇതിനകത്ത് ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്യും. കാരണം ഞങ്ങൾക്ക് എരി എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഫീലാണ്. ചൂട് കട്ടൻ കാപ്പിയുടെ കൂടെ നല്ല എരിവുള്ള സാധനം കഴിക്കണം. എന്താ ഫീല്, അടിപൊളിയല്ലേ. ഒരു കഷ്ണം പാത്തിരിക്കുകയാണെന്ന് ഇവിടെ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? അപ്പോൾ ഇത് വിട്ടിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാല എല്ലാം ഈ പാസ്തയിൽ, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയിൽ പിടിക്കുന്ന പോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ പാത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കും. ഇത് വേറൊരു പാത്രമാണ്. പഴയ പാത്രത്തിന് അത്രയും കരി പിടിച്ചതല്ല, കുറച്ചുകൂടി പുതിയ പാത്രമായത്.
ഇച്ചിരി വലിപ്പം വേണ്ടിയതുകൊണ്ട് ഇതെടുത്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. മറ്റേ നമ്മൾ കുഞ്ഞ് ഡിഷെല്ലാം ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ആ പാത്രം എടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള അളവിനുള്ള പാത്രങ്ങൾ എടുത്താൽ പോരെ. അപ്പോൾ ചെറിയൊരു വെള്ളത്തിൻ്റെ മയം പാസ്തയിലുണ്ടായിരുന്നു, അതൊന്ന് ഡ്രൈ ആവണം. അത് ഡ്രൈ ആവുന്നുണ്ട്. ഡ്രൈ ആയി നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അടുത്ത ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം. കാരണം വെജ് കഴിക്കാമെന്നൊക്കെ തോന്നൽ. ഇത്തിരി കുരുമുളക് പൊടി ഇട്ടേക്കാം കേട്ടോ, അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഞങ്ങളിത് കുറച്ച് ഏറെ ഇടുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. നല്ല ചൂട് കട്ടൻ കാപ്പിയുടെ കൂടെ ഇത്തിരി എരിവുള്ള സാധനം കഴിക്കുമ്പോഴുള്ളൊരു ഫീല്, അത് ഭയങ്കര ഫീലാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി എല്ലായിടത്തും പിടിക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട നിങ്ങളുടെ ലക്ഷറി അനുസരിച്ചാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ ഇപ്പം മുട്ട അധികം ഒരു ദിവസം ചിലവാക്കാനില്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു മുട്ടയെ പൊട്ടിച്ചിടുന്നുള്ളൂ. ഇതിൽ തന്നെ നിങ്ങൾക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി, അതായത് മസാല ഇടാതെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി, അതൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അത് നമുക്ക് മക്രോണി, നേരത്തെ ഉണ്ടാക്കിയ മക്രോണി ഡിഷിൽ ഇതുപോലെ തന്നെ നമുക്ക് വേവിച്ച് വെച്ച് കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് മാത്രം വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി പൊടിച്ചിട്ടിട്ട് ഇങ്ങനെ കൂടെ ഇട്ട് ഇളക്കുവാണെങ്കിൽ നല്ലൊരു നോൺ വെജ് ഡിഷ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അയവ. ഇനി ഇത് മുട്ട ഇതിലെല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ആകുന്ന പോലെ ഇളക്കുക. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞത്. കാരണം ഏത് കഷ്ണം പാസ്ത എടുത്താലും അതിൽ ആ മുട്ടയുടെ ഒരു ഫ്ലേവർ കൂടെ കിട്ടണം. അപ്പോൾ അത് നിങ്ങളുടെ ഇളക്കിൻ്റെ ആ ഒരു സ്കില്ല് പോലിരിക്കും. നിങ്ങൾ ആ മുട്ട ടൈറ്റ് ആകുന്നതിന് മുമ്പ് എല്ലായിടത്തേക്കും അതിൻ്റെ ആ ഒരു ഇത് ഇറങ്ങുന്ന പോലെ ഇളക്കിയെടുക്കണം, എല്ലാ ഭാഗത്തേക്കും. മൂലയ്ക്ക് 2-3 ഒളിച്ചിരിക്കുന്നു, അതോട് ചേർത്തിട്ട് ഇളക്കിയേക്കാം. എന്നാലേ മുട്ടയുടെ ആ ഒരു ഫ്ലേവർ ഏത് കഷ്ണം പാസ്ത എടുത്താലും നമുക്ക് അതിനകത്ത് മുട്ടയുടെ ഒരു ചെറിയ ടേസ്റ്റ് കിട്ടും, നന്നായിട്ട് ഇളക്കി കൊടുത്താൽ. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എന്താ പറയുന്നത്, ഒരു ഓതറൈസ്ഡ് റെസിപ്പിയോ അല്ലെങ്കിൽ വളരെ ഫേമസ് റെസിപ്പിയോ ഒന്നുമല്ല. പക്ഷേ എളുപ്പത്തിൽ നിങ്ങളുടെ കയ്യിൽ പാസ്ത ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ചൂട് പാസ്ത. നമ്മുടെ പാസ്ത ഫൂഫു പാസ്ത റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചൂട് കട്ടൻ കാപ്പി. ആഹാ, അടിപൊളി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു ഓൾ. ലവ് യു.